നമുക്ക് തുടങ്ങാം. 40 ആയത്തുകളാണ് നമ്മൾ എടുത്തത്. 41-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. നോക്കാം. ഇവിടെ മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. മക്കയിലെ ബഹുദൈവ ആരാധകരെ അഥവാ മക്കയിലെ മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുന്നു. അപ്പോൾ ഈ ആയത്ത് മുതൽ മക്കയിലെ ബഹുദൈവ ആരാധകരോടാണ് ഇനി സംസാരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളൊക്കെ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ദൈവത്തിൻ്റെ മകനല്ല, പ്രവാചകനാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി മക്കയിലെ ബഹുദൈവ ആരാധകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആയത്തിൻ്റെ അർത്ഥം നോക്കാം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം. ഇതിന് സമാനമായ ഒരായത്ത് നേരത്തെ വന്നിട്ടുണ്ടല്ലോ. അവിടെ ഇബ്രാഹിം എന്നല്ല പേര്, പിന്നെ എന്തായിരുന്നു? വദ്കുർ ഫിൽ കിതാബി. നമുക്ക് ഓർമ്മയുണ്ടാവും. വദ്കുർ ഫിൽ കിതാബി. ഇവിടെ ഇബ്രാഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വദ്കുർ ഫിൽ കിതാബി എങ്ങനെയാണ് പറഞ്ഞത്? ഫിൽ കിതാബി മറിയം, അങ്ങനെയാണ് ആയത്ത്. വദ്കുർ ഫിൽ കിതാബി മറിയം. ഇവിടെ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. അപ്പം എന്താ അതിൻ്റെ അർത്ഥം എങ്ങനെ വരിക? ഇബ്രാഹീമിനെ കുറിച്ച് ഈ വേദത്തിലൂടെ നീ വിവരിക്കുക. ഇബ്രാഹീമിനെ കുറിച്ച് ഈ വേദത്തിലൂടെ നീ വിവരിക്കുക. വദ്കുർ എന്ന് പറഞ്ഞാൽ നീ വിവരിക്കുക. ഫിൽ കിതാബ്, ഈ വേദത്തിലൂടെ. ഈ വേദം എന്ന് പറഞ്ഞാൽ ഏതാ ഉദ്ദേശിക്കുന്നത്? ഖുർആനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ച്. ഇന്നഹു, തീർച്ചയായും അദ്ദേഹം, കാന സിദ്ദീഖൻ, അദ്ദേഹം സത്യസന്ധൻ ആയിരുന്നു. നബിയ്യ, അദ്ദേഹം പ്രവാചകനും ആയിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഈ വേദത്തിൽ ഇബ്രാഹീമിൻ്റെ കഥ നീ വിവരിക്കുക. തീർച്ചയായും അദ്ദേഹം സത്യസന്ധനും ശ്രേഷ്ഠനായ പ്രവാചകനും ആയിരുന്നു. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം നീ മക്കയിലെ ബഹുദൈവ ആരാധകർക്ക് പറഞ്ഞു കൊടുക്കുക.
അപ്പോൾ ഈ ചരിത്രം ഇവിടെ പറയാനായിട്ട് ഒരു കാരണമുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് പഠിക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ആയത്ത് മുതൽ മക്ക നിവാസികളിലേക്ക് തിരിയുകയാണ്. മക്കയിലെ ബഹുദൈവ ആരാധകരെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് അവരോടാണ് അള്ളാഹു സംസാരിക്കുന്നത്. അവരോട് അള്ളാഹു ആദ്യം ഇബ്രാഹിം നബിയുടെ ചരിത്രം വളരെ ചുരുക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് മക്കക്കാർക്ക് നല്ല പോലെ അറിയാം. കാരണം കഅബാലയത്തിൻ്റെ അകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. കഅബ നിർമ്മിച്ചത് ഇബ്രാഹിം നബി ആണെന്ന് അവർക്കറിയാമായിരുന്നു. മക്കയുടെ പിതാവായിട്ട് ഇബ്രാഹിം നബിയെ അവർ കണ്ടിരുന്നു. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെയും വിഗ്രഹം കഅബയുടെ അകത്തുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആരാണ് ഇബ്രാഹിം എന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇല്ല, അവർക്കതറിയാം. ഇനി ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇവിടെ പറയാനായിട്ട് ഒരു കാരണം ഉണ്ട്. എന്താണ് ആ കാരണം? ഈ സൂറത്ത് അവതരിക്കുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ സഹാബിമാരുടെയും അവസ്ഥ വളരെ മോശമായിരുന്നു. ക്രൂരമായിട്ട് പീഡിപ്പിക്കുക, മർദ്ദിക്കുക. അതുകൊണ്ട് അവിടെ നിക്കക്കള്ളിയില്ല. അവർക്ക് നാടും വീടും വിട്ട് പോകേണ്ട ഒരു സാഹചര്യം. അബ്സീനിയൻ പലായനം ഞാൻ ഈ ക്ലാസ് ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്ത് അവതരിച്ച ശേഷമാണ് അബ്സീനിയൻ പലായനം നടന്നത്. അപ്പോൾ നാടും വീടുമൊക്കെ ഇട്ടേച്ച് പോകേണ്ടതായ ഒരു പ്രത്യേക സാഹചര്യം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടി ഓടിക്കാനായിട്ട് അവർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ സ്വഹാബിമാരും ചെയ്ത തെറ്റ് എന്താണ്? പറയത്തക്ക ഒരു തെറ്റ് അവർ ചെയ്തിട്ടില്ല. ഏകനായ അള്ളാഹു, ആ അള്ളാഹുവിനോട് ഭക്തി പുലർത്തി ജീവിക്കുക എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഒരനീതിയോ അക്രമമോ രാജ്യദ്രോഹ കുറ്റമോ അവർ ചെയ്തിട്ടില്ല. ഇതിൻ്റെ പേരിലാണ് ഇവരെ ആട്ടി ഓടിക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ അള്ളാഹു ഇബ്രാഹിം നബിയുടെ ചരിത്രം ലഘുവായിട്ട് മക്കക്കാരെ കേൾപ്പിക്കുകയാണ്. ഇബ്രാഹിം നബിക്കും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾ ആദരിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ ആട്ടി ഓടിച്ചു. സ്വന്തം പിതാവ് തന്നെ അദ്ദേഹത്തെ ആട്ടിയിറക്കി. എന്താ കാരണം? ഏകനായ റബ്ബിനെ സംബന്ധിച്ച് പറഞ്ഞു. സ്വന്തം പിതാവാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ ആട്ടിയിറക്കിയത്. സ്വന്തം കുടുംബക്കാരെ അദ്ദേഹത്തെ ആട്ടിയിറക്കി. അപ്പോൾ ഇബ്രാഹിം നബിക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് നബിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം ഇതാണ്: ഇബ്രാഹിം നബിയെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും സ്വന്തക്കാരും നാട്ടുകാരും എപ്രകാരമാണോ ആട്ടി ഓടിച്ചത്, അപ്രകാരം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരനായ, സ്വന്തക്കാരനായ, നാട്ടുകാരനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരെയും ആട്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുകയാണല്ലോ. എത്രമാത്രം മോശമാണത്! അപ്പോൾ ഇബ്രാഹിം നബിയെ ഖുറൈശികൾ അഭിമാനത്തോടെയാണ് പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ കുലപതി, ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ മക്ക എന്ന രാജ്യത്തിൻ്റെ അധിപൻ, മക്ക എന്ന രാജ്യത്തിൻ്റെ പിതാവ്, കഅബാലയത്തെ നിർമ്മിച്ച വ്യക്തി. അപ്പോൾ വളരെ ആദരവോടെ ഇബ്രാഹിം നബിയെ അവർ കാണുന്നു.
ആ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ എടുത്തു വച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ആദരവോടെ കാണുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകനായ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞതും പ്രബോധനം ചെയ്തതും. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നാട് വിട്ട് പോകേണ്ടി വന്നു. അതേ ഏകനായ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് മുഹമ്മദ് നബിയും ഇപ്പോൾ പ്രബോധനം ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് ആട്ടി ഓടിക്കേണ്ടി വരുന്നു. ഇതവിടെ അള്ളാഹു ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതിനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇവിടെ പറയുന്നത്. ഇബ്രാഹിം നബിയുടെ മാത്രമല്ല, ഇനി താഴേക്ക് വരുമ്പോൾ വേറെയും പ്രവാചകന്മാരെ സംബന്ധിച്ച് ഇനി പറയുന്നുണ്ട്. നിങ്ങൾക്കിതിൻ്റെ കാരണം മനസ്സിലായോ? ഇനി ഞാൻ പറയേണ്ടതുണ്ടോ? എന്തിനാണ് ഇബ്രാഹിം നബിയുടെ കഥ ഇവിടെ പറയുന്നത് എന്നത് ആമുഖമായിട്ട് പഠിക്കാതെ നമ്മൾ ആയത്തിൻ്റെ അർത്ഥം പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് വേണം ആയത്തിലേക്ക് പ്രവേശിക്കാൻ. നിങ്ങൾക്കത് മനസ്സിലായോ? ഇനി ഞാൻ ഒന്നുകൂടി പറയണോ? മനസ്സിലായി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് അള്ളാഹു ഇവിടെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരായിരുന്നു? കാന സിദ്ദീഖൻ, സത്യസന്ധനായിരുന്നു. കാന സിദ്ദീഖൻ, അദ്ദേഹം നബിയ, പ്രവാചകനും ആയിരുന്നു. സത്യസന്ധനായ പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരാളെ അനുസരിക്കണമെങ്കിൽ, നമ്മൾ ഒരാളെ പിൻപറ്റണമെങ്കിൽ ആ വ്യക്തി ആരായിരിക്കണം? പറയുന്ന കാര്യം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ എത്ര ഉപദേശം കിട്ടിയാലും നമ്മൾ ആരെയും അനുസരിക്കാൻ കൂട്ടാക്കില്ല. എത്ര കനപ്പെട്ട ഉപദേശമാകട്ടെ നസീഹത്താകട്ടെ നൽകിയാലും പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ വകവയ്ക്കുകയില്ല. പക്ഷേ പ്രവാചകന്മാർ അങ്ങനെയായിരുന്നില്ല. പ്രവാചകന്മാർ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അതുപോലെ വളരെ സത്യസന്ധമായിട്ട് ജീവിച്ചവരാണ്, വിശുദ്ധരായിട്ട് ജീവിച്ചവരാണ്. വാക്കും പ്രവൃത്തിയും രണ്ടായിട്ട് മാറിയിട്ടില്ല. അവർ സത്യസന്ധരായിരുന്നു. അതാണ് കാന സിദ്ദീഖൻ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയാണല്ലോ. കാരണം പ്രവാചകൻ ആകുന്നതിന് മുമ്പ് വരെ നബിയെ അവർ വിളിച്ച പേരെന്താണ്? അൽ അമീൻ. അതെ, സത്യസന്ധൻ. അപ്പം ജനങ്ങൾക്കിടയിൽ അൽ അമീനായിട്ട്, സത്യസന്ധനായിട്ട് അറിയപ്പെട്ട, ഒരു തെറ്റും ആരോപിക്കാൻ ആർക്കും സാധ്യമാകാതിരുന്ന വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാണ് അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നത്. അതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് തന്നെയായിരുന്നു ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും. പക്ഷെ അവർക്ക് നാട് വിട്ട് പോകേണ്ടി വന്നു, ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. സ്വന്തക്കാരും കുടുംബക്കാരുമാണ് അവരെ പീഡിപ്പിച്ചത്. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ പ്രവാചകർക്കും വന്നിട്ടുള്ളത്. ഇനി അടുത്ത ആയതിലേക്ക് വരുമ്പോൾ وَإِذْ قَالَ لِأَبِيهِ يَا أَبَتِ لِمَ تَعْبُدُ مَا لَا يَسْمَعُ وَلَا يُبْصِرُ وَلَا يُغْنِي عَنْكَ شَيْئًا. ഇത് ഖാല ലി അബീഹി, ഇബ്രാഹിം നബിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത് ഖാല, അദ്ദേഹം പറഞ്ഞു, ലി അബീഹി, തൻ്റെ പിതാവിനോട് പറഞ്ഞു, യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ, ലിമ തഅബുദു, താങ്കൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? മാല യസ്മഉ, ഒന്നും കാണാത്തതിനെ, മാല യസ്മഉ, ഒന്നും കേൾക്കാത്തതിനെ, വലാ യുബ്സിറു, ഒന്നും കാണാത്തതിനെ. അതെ, മാല യസ്മഉ, ഒന്നും കേൾക്കാത്തതിനെ, വലാ യുബ്സിറു, ഒന്നും കാണാത്തതിനെ, പിന്നെ
വലാ യുഗ്നി അൻക ഷൈഅ എന്നാ പറഞ്ഞത്. വലാ യുഗ്നി പ്രയോജനം ചെയ്യുകയില്ല, അൻക നിങ്ങൾക്ക് അല്ലെങ്കിൽ താങ്കൾക്ക്, ഷൈഅ യാതൊന്നും. ഇപ്പോൾ പിതാവിൻ്റെ അടുത്ത് വന്നിട്ട്, സ്വന്തം പിതാവിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പറയുന്നത്. എന്താ പറഞ്ഞത്? താങ്കൾ എന്തിന് ഇബാദത്ത് ചെയ്യണം? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താ? ആസർ. ആ പിതാവിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്താ? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താ? ചരിത്രം പറയുന്നു, മുഖ്യ പുരോഹിതൻ, വിഗ്രഹങ്ങളെ നിർമ്മിച്ച് അത് മറ്റുള്ളവർക്ക് വിൽക്കുന്ന വലിയ ഒരു പൂജാരിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവെന്ന് ചരിത്രം പറയുന്നു. ആ പിതാവിൻ്റെ അടുത്ത് പോയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പറയുന്നത്, യാ അബത്തി. യാ അബത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവേ. വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും സ്നേഹത്തോടെയും പിതാവിനെ വിളിക്കുന്ന ഒരു ശൈലിയാണ് യാ അബത്തി, എൻ്റെ പിതാവേ. ലിമ. ലിമ എന്ന് പറഞ്ഞാൽ എന്തിന്. തഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നു, അനുസരിക്കുന്നു, അടിമ വേല ചെയ്യുന്നു. ഇങ്ങനെ 3 അർത്ഥങ്ങളാണ് വരിക: ആരാധന, അനുസരണം, അടിമത്തം. നിങ്ങൾ എന്തിന് ആരാധിക്കണം, നിങ്ങൾ എന്തിന് അനുസരിക്കണം, നിങ്ങൾ എന്തിന് അടിമ വേല ചെയ്യണം? ഇവിടെ വരുമ്പോൾ ആരാധന എന്ന അർത്ഥം വരിക. കാരണം വിഗ്രഹങ്ങളെ അവർ ആരാധിക്കുകയാണ് ചെയ്തത്, വിഗ്രഹങ്ങളെ അവർ പൂജിക്കുകയാണ് ചെയ്തത്. വിഗ്രഹങ്ങളെ അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വിഗ്രഹങ്ങളെ അവർ ആരാധിക്കുക അല്ലെങ്കിൽ പൂജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ചോദ്യമാണ് എന്തിന്, ലിമ, എന്തിന്. പിന്നെ അതിൻ്റെ കാരണം പറയുന്നു, കാരണം മാലാ യസ്മഉ, അതൊന്നും കേൾക്കുന്നില്ല. താങ്കൾ എന്താണോ പറയുന്നത്, കണ്ണീരൊലിപ്പിച്ച് താങ്കൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, അതൊന്നും ഈ വിഗ്രഹം കേൾക്കുന്നില്ല. വലാ യുബ്സിറു എന്ന് പറഞ്ഞാൽ കാണുന്നില്ല, ഒന്നും കാണാനുള്ള കഴിവില്ല. വലാ യുഗ്നി എന്ന് പറഞ്ഞാൽ പ്രയോജനം ചെയ്യുന്നില്ല. അഗ്ന യുഗ്നി എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്യുന്നില്ല. അൻക, നിങ്ങൾക്ക്, ഷൈഅ, യാതൊന്നും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്കൊരു ഉപകാരവും അത് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നത് എന്ന് തൻ്റെ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം. വീണ്ടും പറയുന്നു അദ്ദേഹം, യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ, ഇന്നി, തീർച്ചയായും ഞാൻ, ഖദ് ജാഅനി, എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറയാണ്, എൻ്റെ പൊന്നു പിതാവേ, ഇന്നി, തീർച്ചയായും ഞാൻ, ഖദ് ജാഅനി, ഖദ് ജാഅനി, എനിക്ക് വന്നിട്ടുണ്ട്, മിനൽ ഇൽമി, അറിവ്, അറിവിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങളൊക്കെ വന്നു കിട്ടിയിട്ടുണ്ട്. മാലം യഅ്തിക, നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലാത്ത. മാലം യഅ്തിക, നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ല. ലം യഅ്തി എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല. ക എന്ന് പറഞ്ഞാൽ താങ്കൾക്ക്. അപ്പം താങ്കൾക്ക് വരാത്ത, താങ്കൾക്ക് ലഭിക്കാത്ത ചില അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അറിവ് ഏതായിരിക്കും? ഏതായിരിക്കും ആ അറിവ്? പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രത്യേകമായ അറിവ് ഏതാണ്? ഏതാണ്? അതെ, അത് നമ്മളതിന് പറയുന്നൊരു പേരുണ്ടല്ലോ, വഹയ് അല്ലേ? ആ വഹയ്. അതെ, ഈ പറഞ്ഞ കാര്യം ശരിയാണ്. അള്ളാഹു ഏകനാണ്, അള്ളാഹുവിൻ്റെ കൂടെ ആരെയും പങ്കു ചേർക്കരുത് എന്ന അദൃശ്യമായ ജ്ഞാനം പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ അദൃശ്യമായ ജ്ഞാനത്തിൻ്റെ പേരാണ് വഹയ്. എനിക്ക് ആ വഹയ് അള്ളാഹു തന്നിട്ടുണ്ട്. താങ്കൾക്ക് ലഭിക്കാത്ത പ്രത്യേകമായ അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? ഒന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിന് ആരാധിക്കണം എൻ്റെ പൊന്നു പിതാവേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നു. ഫത്തബിഇനി, ഫത്തബിഇനി, അതിനാൽ താങ്കൾ എന്നെ അനുസരിക്കണം, എന്നെ പിൻപറ്റണം. എന്നെ അനുസരിക്കണമെന്ന് മകൻ പറയുന്നത്
പിതാവിനോട് പറയുന്ന ധിക്കാരമല്ല, മറിച്ച് പിതാവിന് കിട്ടാത്ത പ്രത്യേകമായ അറിവ് മകന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരെ അനുസരിക്കേണ്ടി വരും? പിതാവ് മകനെ ആ വിഷയത്തിൽ അനുസരിക്കേണ്ടി വരും. അഹ്ദിക, ഞാൻ താങ്കൾക്ക് മാർഗദർശനം നൽകും. അഹ്ദിക, ഞാൻ താങ്കൾക്ക് വഴി കാണിച്ചു തരും. എൻ്റെ കയ്യിൽ വഴിയുണ്ട്. സിറാത്തൻ സവിയ്യ, നേരായ വഴി. സിറാത്തൻ മുസ്തഖീമ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് സിറാത്തൻ സവിയ്യ, നേരായ. സവിയ്യ എന്ന് പറഞ്ഞാൽ നേരായ, മുസ്തഖീമ അതേ അർത്ഥം തന്നെ, നേരായത്. സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി. സിറാത്തൻ സവിയ്യ എന്ന് പറഞ്ഞാൽ ശരിയായ വഴി, ചൊവ്വായ വഴി, നേരായ വഴി എന്നൊക്കെ അതിൻ്റെ അർത്ഥം. അപ്പോൾ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തൊക്കെയാണ് പറഞ്ഞതിപ്പോൾ ഓർമ്മയുണ്ടാവണം അല്ലേ? വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ഒന്നും കാണാനോ കേൾക്കാനോ സാധിക്കാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത. എനിക്ക് പ്രത്യേകമായ അറിവ് ലഭിച്ചിട്ടുണ്ട്, പിന്നെ അതുകൊണ്ട് താങ്കൾ എന്നെ പിൻപറ്റണം. ഫത്തബിഅനി എന്നാണ് പറഞ്ഞത്. എന്നെ പിൻപറ്റുക, ഞാൻ താങ്കൾക്ക് ചൊവ്വായ വഴി കാണിച്ചു തരാം. നേരായ വഴി, ഹിദായത്തിൻ്റെ വഴി ഞാൻ കാണിച്ചു തരാം എൻ്റെ പൊന്നു പിതാവേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറയുന്നു. ഇനിയും ബാക്കി നോക്കാം. അതിൻ്റെ താഴെ വീണ്ടും പറയാണ്, യാ അബതി ലാ തഅ്ബുദു ശൈത്വാൻ ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ്യാ. ഇതും തൻ്റെ പിതാവിനോട് പറഞ്ഞ കാര്യം. യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ, ലാ തഅ്ബുദു, താങ്കൾ അനുസരിക്കരുത്. ഇവിടെ അർത്ഥം അനുസരിക്കുക, കാരണം പിശാചിനെ ആരും ആരാധിക്കുന്നില്ലല്ലോ. പിശാചിനെ ഇവിടെ അനുസരിക്കുകയല്ല ചെയ്യാറ്. ലാ തഅ്ബുദു ശൈത്വാന, പിശാചിനെ ആരാധിക്കരുത് എന്ന് പറയാൻ പറ്റുമോ? കാരണം പിശാചിൻ്റെ ഫോട്ടോ വച്ചിട്ടോ പിശാചിൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടോ മക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ആരും ആരാധിച്ചിട്ടില്ല. ഇന്നും അങ്ങനെ ആരും ചെയ്യാറില്ല. സാത്താൻ്റെ പിശാചിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വച്ചിട്ട് അതിനെ പൂജിക്കുക, അതിനെ ആരാധിക്കുക, ആ ഒരു സമ്പ്രദായം എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ലാ തഅ്ബുദു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വഴിപ്പെടരുത്, അല്ലെങ്കിൽ അനുസരിക്കുക. നമ്മൾ പിശാചിനെ അനുസരിക്കുക ചെയ്യാറ്. അപ്പോൾ ലാ തഅ്ബുദു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പിശാചിനെ അനുസരിക്കരുത്. അശൈത്വാന, പിശാചിന് ഇബാദത്ത് ചെയ്യരുത്. ഇതേ അർത്ഥം വരുന്ന ഒരു ആയത്ത് സൂറത്ത് യാസീനിലുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തോട് പറയുന്നുണ്ട്, ലാ തഅ്ബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അതെ അല്ലേ? വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം അല്ലേ? അതെ, അവിടെയും അർത്ഥം അത് തന്നെ. ലാ തഅ്ബുദു ശൈത്വാന, പിശാചിനെ നിങ്ങൾ അനുസരിക്കരുത്, നിങ്ങൾ പിശാചിന് ഇബാദത്ത് ചെയ്യരുത്. ലാ തഅ്ബുദു ശൈത്വാന, നിങ്ങൾ പിശാചിന് ഇബാദത്ത് ചെയ്യരുത്. ഇന്ന ശൈത്വാന, തീർച്ചയായും പിശാജ്, കാന, പിശാജ് ആയിരിക്കുന്നു, ലിർറഹ്മാനി, പരമകാരുണ്യവാനോട്, അസിയ്യ, ധിക്കാരം കാണിക്കുന്നവൻ. അസിയ്യ എന്ന് പറഞ്ഞാൽ ധിക്കാരം അപ്പോൾ പരമകാരുണ്യവനായ പടച്ചവനോട് ധിക്കാരം കാണിക്കുന്നവനാണ് പിശാജ്. അസിയ്യ എന്ന് പറഞ്ഞാൽ ധിക്കാരം കാണിക്കുന്നവൻ. അതുകൊണ്ട് പിശാചിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് പിതാവിനോട് പറയാണ്. ഓരോ ആയത്തും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, യാ അബത്തി, വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സ്നേഹത്തോടെയാണ് ഈ പറയുന്നത്. യാ അബത്തി, എൻ്റെ പിതാവേ, ലാ തഅ്ബുദു ശൈത്വാന, താങ്കൾ പിശാചിന് വഴിപ്പെട്ടു പോകരുത്. ലാ തഅ്ബുദു, താങ്കൾ വഴിപ്പെട്ടു പോകരുത്, അശൈത്വാന, പിശാചിന്. ഇന്ന ശൈത്വാന, തീർച്ചയായും പിശാജ്, കാന, ആയിരിക്കുന്നു, ലിർറഹ്മാനി, പരമകാരുണ്യവാനോട്, അസിയ്യ, ധിക്കാരം പ്രവർത്തിക്കുന്നവൻ. ഇനിയുണ്ടായത്
യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്വാനി വലിയ. യാ അബതി, എൻ്റെ പൊന്നു പിതാവേ, ഇന്നി തീർച്ചയായും ഞാൻ, അഖാഫു ഞാൻ വല്ലാതെ പേടിക്കുന്നു, ഐ യമസ്സക്ക താങ്കളെ ബാധിക്കും, താങ്കളെ പിടികൂടും എന്ന് ഞാൻ വല്ലാതെ പേടിക്കുന്നു. അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, മിനർ റഹ്മാനി കാരുണ്യവാനിൽ നിന്നുള്ള, പരമകാരുണ്യവാനായ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ താങ്കളെ പിടികൂടുമെന്ന് ഞാൻ വല്ലാതെ പേടിക്കുന്നു. ഐ യമസ്സക്ക, മസ്സക്ക എന്ന് പറഞ്ഞാൽ, മസ്സ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങനെ ബാധിച്ചു എന്നാണ്, താങ്കളെ ബാധിക്കും. ഫതകൂന, അപ്പോൾ താങ്കൾ ആയിത്തീരും, അല്ല ഫതകൂന അപ്പോൾ താങ്കൾ ആയിത്തീരും, ലിശ്ശൈത്വാനി പിശാചിൻ്റെ വലിയ ഉറ്റമിത്രം. വലിയ എന്ന് പറഞ്ഞാൽ ഉറ്റമിത്രം. അപ്പോൾ താങ്കൾ പിശാചിൻ്റെ ഉറ്റമിത്രമായിത്തീരും. യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ, ഇന്നി തീർച്ചയായും ഞാൻ, അഖാഫു ഞാൻ വല്ലാതെ പേടിക്കുന്നു, ഐ യമസ്സക്ക നിങ്ങളെ പിടികൂടുമെന്ന്, അദാബ് ശിക്ഷ, മിനർ റഹ്മാനി പരമകാരുണ്യവാനിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് ഞാൻ വല്ലാതെ പേടിക്കുന്നു. ഫതകൂന അപ്പോൾ നിങ്ങളായിത്തീരും, ലിശ്ശൈത്വാനി പിശാചിൻ്റെ വലിയ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഉറ്റമിത്രം. ഇത്രയും കാര്യങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു നമുക്ക് ചർച്ച ചെയ്യാം. പ്രവാചകനായ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്നു. ഇത്രയും കാര്യമൊന്നും അല്ല പറഞ്ഞത്, ഇത് വളരെ ചുരുക്കി പറയാ പടച്ചവൻ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു നോക്കാം. ഒന്നാമത് പറഞ്ഞെന്താ, നമുക്ക് പോയിന്റ് വെച്ച് പറയാം. ഒന്നാമതായി പറഞ്ഞത്, ഒന്നും കാണാത്തതിനെയും ഒന്നും കേൾക്കാത്തതിനെയും താങ്കൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? താങ്കൾക്കൊരു ഉപകാരവും ചെയ്യാത്തതിനെ താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത്? പിന്നെ എനിക്ക് വ്യക്തമായ അറിവ് വന്ന് കിട്ടിയിരിക്കുന്നു, താങ്കൾക്ക് ലഭിക്കാത്ത വ്യക്തമായ അറിവ് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ അനുസരിക്കുക, എന്നെ പിൻപറ്റുക, ഞാൻ താങ്കൾക്ക് നേരായ മാർഗം കാണിച്ചു തരാം. പിന്നെ പറഞ്ഞു, താങ്കൾ പിശാചിനെ ഒരിക്കലും ആരാധിക്കരുത്. പിശാച് പരമകാരുണ്യവാനായ പടച്ചവനോട് ധിക്കാരം കാണിച്ചവനാണ്. പിന്നെ പറഞ്ഞു, താങ്കളുടെ കാര്യത്തിൽ ഞാൻ അള്ളാഹിനെ വല്ലാതെ പേടിക്കുന്നു. താങ്കൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് താങ്കളെ പിടികൂടിയേക്കാം. താങ്കളുടെ ഉറ്റമിത്രമായിട്ട് പിശാച് മാറിയേക്കാം. ഞാൻ താങ്കളെ ആ വിഷയത്തിൽ വല്ലാതെ പേടിക്കുന്നു എന്ന് പൊന്നു പിതാവേ, യാ അബത്തി, വളരെ മാന്യമായിട്ട് പിതാവിനോട് കാണിക്കേണ്ട സ്നേഹം, പിതാവിനോട് കാണിക്കേണ്ട ബഹുമാന ആദരവുകൾ ഒക്കെ വച്ചുകൊണ്ട് വളരെ ആദരവോടെ സ്നേഹത്തോടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംസാരിക്കുന്നത്. യാ അബത്തി എന്ന പ്രയോഗം അതിൻ്റെ തെളിവാണ്. എല്ലാം കേട്ട ശേഷം ആ പിതാവിൻ്റെ മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ആ പിതാവിൻ്റെ മറുപടി എപ്രകാരമായിരുന്നു നമുക്ക് നോക്കാം. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെയാണ് ഖുറൈശികളോട് സംസാരിച്ചത്. ഖുറൈശികൾ എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ ഉറ്റ ബന്ധുക്കളാണ്. സ്വന്തം പിതാവ് മുഹമ്മദ് നബിക്കില്ല, അദ്ദേഹം വഫാത്തായല്ലോ. പക്ഷേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിൻ്റെ സ്ഥാനത്തുള്ള പിതാമഹന്മാർ, എളാപ്പ, മൂത്താപ്പ, കൊച്ചാപ്പ, അമ്മാവന്മാർ, എല്ലാവരോടും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ, അതേ പോയിന്റുകൾ
ഇതൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകന്റെ എളാപ്പ, മൂത്താപ്പ, കൊച്ചാപ്പമാര് നബിയോട് ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത്? അതേ പ്രതികരണമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് ആസർ ഇബ്രാഹീമിനോട് പ്രതികരിച്ചത്. നമുക്ക് നോക്കാം. ഖാല, ആസർ പറഞ്ഞു, അഥവാ ഇബ്രാഹീമിൻ്റെ പിതാവ് പറഞ്ഞു, അറാഗിബു, അറാഗിബു, നീ വെറുക്കുകയാണോ? അറാഗിബു അർത്ഥം നീ വെറുക്കുകയാണോ? അൻത, നീ, അൻ ആലിഹത്തി, എൻ്റെ ദൈവങ്ങളെ, എൻ്റെ ദൈവങ്ങളെ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് മാമൂലായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പിതാക്കൾ, പിതാവിൻ്റെ പിതാക്കൾ, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ കാക്ക കാർന്നോമാർ ഒക്കെയായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞങ്ങളുടെ ദൈവങ്ങളെ നീ അറാഗിബു, അറാഗിബു എന്താ അർത്ഥം? നീ വെറുക്കുന്നവനാണോ? അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായില്ലേ? അവരൊട്ടും മനസ്സിലാക്കിയിട്ടില്ല. ഇനി മനസ്സിലാക്കിയിട്ടും അവർക്ക് താല്പര്യമില്ല. അവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവർ നൽകിയ മറുപടി, സ്വന്തം പിതാവ് കൊടുക്കുന്ന മറുപടിയാണിത്. പിന്നെ പറഞ്ഞ എന്താ? അൻ യാ ഇബ്രാഹിം, എൻ്റെ ഇബ്രാഹിമേ, അല്ല ഇബ്രാഹിമേ, നീ എൻ്റെ ദൈവങ്ങളെ വെറുക്കുകയാണോ? ല ഇല്ലം തൻതഹി, നീ ഈ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ, ല ഇല്ലം തൻതഹി, നീ വിരമിച്ചില്ലെങ്കിൽ. അവിടെ വിരമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രബോധന പ്രവർത്തനങ്ങളുണ്ട്, അതിൽ നിന്ന് നീ വിരമിച്ചില്ലെങ്കിൽ ല അർജുമന്നക, നിന്നെ ഞങ്ങൾ കല്ലെറിയും. റജമ എന്നൊക്കെ പറഞ്ഞാൽ കല്ലെറിഞ്ഞു എന്നർത്ഥം. നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞു ഓടിക്കും. ഒരു പിതാവിൻ്റെ ഉത്തരാണത്. മകനോടുള്ള സ്നേഹമോ വാത്സല്യമോ ഒന്നും അവിടെ ഇല്ല. ആദർശത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വല്ലാത്ത വർത്തമാനമാണ് തിരിച്ചു പറയുന്നത്. തൻ്റെ മകനെ സ്നേഹിച്ചു വളർത്തിയ ഒരു പിതാവിൻ്റെ മറുപടി, കല്ലെറിഞ്ഞ് ഓടിക്കും. സാധാരണ കല്ലെറിയുന്നത് മനുഷ്യരെയല്ല. മനുഷ്യരെ ആരും കല്ലെറിയാറില്ല. മനുഷ്യരെ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അപമാനമാണ്. പട്ടിയെ, നമ്മൾ നായയെ കല്ലെറിയാറുണ്ട്. മനുഷ്യൻ്റെ നേരെ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അപമാനിക്കലാണ്. കല്ല് എറിഞ്ഞിട്ട് മേത്ത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ നേരെ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു അപമാനമാണ്. നമ്മൾ പാമ്പിനെ അല്ലെങ്കിൽ പട്ടിയെ, നായയൊക്കെ കാണുമ്പോൾ കല്ലെടുത്തെറിയും. അങ്ങനെ എറിയാൻ പാടില്ല. ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യാം. പക്ഷേ ആ കല്ലേറ് മനുഷ്യൻ്റെ നേരെ വന്നാൽ അതെന്തായിരിക്കും? വല്ലാത്ത അപമാനമായിരിക്കും. അത് മേത്ത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ. അത് കല്ലെറിയരുത്. അത് അപമാനകരമായ ശിക്ഷയാണ്. സ്വന്തം പിതാവാണ് ഈ പറയുന്നത്, നിന്നെ ഞാൻ കല്ലെറിയും. കല്ലെറിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്ര അപമാനം നിനക്ക് ഏൽക്കേണ്ടി വരും. വഹ്ജുർനി, എന്നെ വിട്ടേച്ച് പോകൂ. വഹ്ജുർനി എന്ന് പറഞ്ഞാൽ എന്നെ ഇട്ടേച്ച് പോകൂ, എന്നിൽ നിന്ന് ഹിജറ പോകൂ, എന്നെ ഇട്ടേച്ച് പോകൂ. മലിയ, കുറേ കാലത്തേക്ക് നിന്നെ എനിക്ക് കാണണ്ട. മലിയ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് എന്നെ ഇട്ടേച്ച് പോകൂ. മേലിൽ ഇവിടേക്ക് വരാൻ പാടില്ല, ഇട്ടേച്ച് പോകൂ. അപ്പോൾ ഏതൊക്കെ കാര്യത്തിൽ ഇബ്രാഹിം നബിയെ പിതാവ് സ്നേഹിച്ചിരുന്നാലും ആദർശത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. ഇന്നും പല കുടുംബത്തിലും ഇതേ അനുഭവമുള്ളവരുണ്ടാകും. ആദർശം പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തക്കാരും കുടുംബക്കാരൊക്കെ അവരുടെ എതിർപ്പ് സഹിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അത്ര സ്നേഹിച്ചിരുന്ന പിതാവ് ആട്ടി ഓടിക്കുന്ന ഒരു ചിത്രം, കല്ലെടുത്ത് എറിയൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അതേ അനുഭവം. ഇബ്രാഹീമിനെ ആദരിക്കുന്നവർ, ബഹുമാനിക്കുന്നവരാണ് മക്കക്കാർ. പക്ഷേ ഇബ്രാഹിം നബി എന്താണോ പഠിപ്പിച്ചത് അത് അവർക്കറിയില്ല. മഹാത്മാഗാന്ധിയെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാർ ഗാന്ധിജിയുടെ ജീവിത മാർഗത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല. ഗാന്ധിജിയെ വിഗ്രഹവൽക്കരിച്ചു. ഗാന്ധിജിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്തിട്ട് പാർലമെൻറ്റിൻ്റെ അകത്ത് വച്ചു. പക്ഷെ ഗാന്ധിജിയുടെ ജീവിത സന്ദേശം അതെന്താണെന്ന് ആരും അന്വേഷിക്കുന്നില്ല. ഫോട്ടോ ഉണ്ടാക്കുക, വിഗ്രഹം ഉണ്ടാക്കുക. ഗാന്ധിജി രാജ്യത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ പിതാവാണെന്ന് പറയുക, അതിനപ്പുറത്തേക്ക് ഗാന്ധിജിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സന്ദേശവും
ഇന്ത്യക്കാർ മഹാഭൂരിപക്ഷവും അന്വേഷിക്കാറില്ല, സ്വീകരിക്കാറില്ല. ഗാന്ധി ജയന്തി ആഘോഷിക്കാറുണ്ട്. ഗാന്ധിജിയുടെ വിഗ്രഹത്തിൽ വന്നിട്ട് പൂമാലയിട്ട് ഗാന്ധിജിയുടെ ആ വിഗ്രഹത്തിൻ്റെ ആ പ്രതിമയുടെ മുമ്പിൽ കൈകൂപ്പിയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ ഗാന്ധിജിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സന്ദേശവും ഇന്ത്യക്കാർ പഠിക്കാറില്ല, മഹാഭൂരിപക്ഷവും. ഇതുപോലെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം ഞങ്ങളുടെ പിതാവാണ്, മക്കയുടെ പിതാവാണ്, കഅബാലയം നിർമ്മിച്ച വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തോടുള്ള സ്നേഹ ബഹുമാനത്താൽ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി കഅബാലയത്തിൻ്റെ അകത്ത് വച്ചു. ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് വന്ന് കൈകൂപ്പി നിന്നു എന്നല്ലാതെ ഇബ്രാഹിം നബി എന്താ പഠിപ്പിച്ചത്? ഇബ്രാഹിം നബി പഠിപ്പിച്ച അതേ പാഠം തന്നെയാണ് മുഹമ്മദ് നബി പറയുന്നത്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇബ്രാഹീമിനെ സ്വന്തം പിതാവ് ആട്ടിയോടിച്ചു. അതേ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങൾ മുഹമ്മദ് നബിയെ ആട്ടിയോടിക്കുന്നു. ഇബ്രാഹീമിൻ്റെ കുടുംബക്കാരും സ്വന്തക്കാരും ഏതൊരു തെറ്റാണോ ചെയ്തത്, അതേ തെറ്റിപ്പോൾ ഞങ്ങൾ മുഹമ്മദ് നബിയോട് ചെയ്യുന്നു. ഇത് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല. ഇതാണ് പ്രശ്നം. ആ ഒരു താരതമ്യമാണ് ഇവിടെ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇവിടെ പറയുന്നത്. ഇബ്രാഹിം നബിയെ ആട്ടിയോടിച്ചത് ഇബ്രാഹിം നബിയുടെ കുടുംബക്കാരാണെങ്കിൽ മുഹമ്മദ് നബിയെ ആട്ടിയോടിക്കുന്നത് മുഹമ്മദ് നബിയുടെ കുടുംബക്കാരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആട്ടിയോടിച്ചത് ഏകദൈവത്വം അഥവാ തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിലാണെങ്കിൽ മുഹമ്മദ് നബിയെ ആട്ടിയോടിക്കുന്നതും തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിലാണ്. വ്യത്യാസമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് മക്കക്കാരോട് പടച്ചവൻ പറയുന്നത്. ഇബ്രാഹിം നബിയോട് തൻ്റെ പിതാവ് എന്താ പറഞ്ഞ? നാടിട്ടേച്ച് പോവുക, പോയില്ലെങ്കിലോ കല്ലെറിഞ്ഞു ഓടിക്കും. ഇതേ വർത്തമാനം തന്നെയാണ് മുഹമ്മദെ നാട് വിട്ടു പോവുക, ഇല്ലെങ്കിൽ കൊന്നുകളയും. മക്കക്കാർ പറഞ്ഞപ്പോഴാണ് പ്രവാചകർക്കും സ്വഹാബിമാർക്കും പലായനം ചെയ്ത് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. ഇത്രയൊക്കെ ആയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറയുന്നു, ഖാല സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഖഫിയ്യാ. ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? സലാമുൻ അലൈക, അസ്സലാമു അലൈക്കും. കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തല്ലോ. പക്ഷെ ഇങ്ങനെയാണ് തിരിച്ച് പെരുമാറിയത്. അപ്പോൾ അസ്സലാമു അലൈക്കും, താങ്കൾക്ക് സമാധാനമുണ്ടാവട്ടെ. സഅസ്തഗ്ഫിറു, ഞാൻ താങ്കളുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. സഅസ്തഗ്ഫിറു ലക, താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. താങ്കളുടെ പാപമോചനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. റബ്ബി, എൻ്റെ റബ്ബിനോട്. സ്വന്തം പിതാവല്ലേ, സ്വന്തം പിതാവാകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ഇബ്രാഹിം നബിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറയാണ്, ഞാൻ താങ്കളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. റബ്ബി, എൻ്റെ റബ്ബിനോട്. ഇന്നഹു, തീർച്ചയായും അവൻ, കാന, ആ റബ്ബ് എൻ്റെ റബ്ബ് ആയിരിക്കുന്നു, ബി, എന്നോട്, ഹഫിയ, കനിവുള്ളവൻ. എന്നോട് എൻ്റെ റബ്ബ് ഏറെ കനിവുള്ളവനാണ്, ഏറെ സ്നേഹമുള്ളവനാണ്. ഹഫിയ എന്ന് പറഞ്ഞാൽ കനിവുള്ളവൻ. അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് താങ്കളുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കും എന്നും പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വീട് വിട്ടിറങ്ങി. സ്വന്തം പിതാവ് ആട്ടിയിറക്കി. പിന്നെ ഇത്ര കൂടി പറഞ്ഞു. അത് മാത്രമല്ല, ബാക്കി നോക്കാം. വഅതസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്. വഅതസിലുകും അവിടെ ചേർത്ത് വായിക്കുമ്പോൾ വഅതസിലുകും, ഞാൻ നിങ്ങളെ വെടിയുന്നു, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. അവിടെ നിങ്ങളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ, ജനിച്ചു വളർന്ന നാട് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കൂട്ടുകാര്, കുടുംബക്കാര്, സാമൂഹ്യ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എല്ലാം ഉപേക്ഷിക്കുന്നു. അതാണ് വഅതസിലുകും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. വമാ തദ്ഊന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെയും, നിങ്ങൾ എന്തിനെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അതിനെയും ഞാൻ ഉപേക്ഷിക്കുന്നു.
മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും, എല്ലാ ദേവീ ദേവന്മാരെയും, എല്ലാ മഹത്തുക്കളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു റബ്ബി, എൻ്റെ റബ്ബിനോട്, യഥാർത്ഥ റബ്ബിനോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാകൂന, ഞാൻ ആകാതിരിക്കുവാൻ വേണ്ടി ബിദുആഇ റബ്ബി ഷഖിയ്യ, എൻ്റെ നാഥനോടുള്ള പ്രാർത്ഥനയിൽ ഷഖിയ്യ, ഭാഗ്യം കെട്ടവൻ. ഷഖിയ്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടത്. എൻ്റെ റബ്ബിനോടുള്ള പ്രാർത്ഥനയിൽ ഭാഗ്യം കെട്ടവൻ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാഥനോട് മാത്രം എൻ്റെ ആവലാദികൾ ബോധിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നാടിട്ടേച്ച് പോയി. അങ്ങനെ അദ്ദേഹം പിന്നെ എവിടെയെല്ലാം ചുറ്റിക്കറങ്ങി. ഇറാഖ്, അവിടെയാണ് ജനിച്ചത്. ഇറാഖിലെ ഊർ എന്ന ഒരു പട്ടണമുണ്ട്, അവിടെയാണ് ജനിച്ചത്. പക്ഷേ അദ്ദേഹം ഇറാഖിൽ നിന്ന് നാട് വിട്ടേച്ച് പോയി. പിന്നെ അദ്ദേഹം ഫലസ്തീൻ, ജോർദൻ, പിന്നെ മക്ക, അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്തു. ആ ചരിത്രമൊന്നും ഇവിടെ പറയുന്നില്ല. തൻ്റെ പിതാവുമായിട്ടുള്ള ആ ഒരു സംസാരം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന് നാടിട്ടേച്ച് പോകേണ്ടി വന്നു എന്ന കാര്യവും പറയുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സംഗതി ഇവിടെ എന്തിനാണ് പറയുന്നത്? ബഹുദൈവ ആരാധകരായ മക്കക്കാരെ കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ട, നിങ്ങളുടെ കുടുംബക്കാരനായ മുഹമ്മദിനെ നിങ്ങൾ ആട്ടിയോടിക്കുന്നുവെങ്കിൽ ഇബ്രാഹിം നബിക്ക് സംഭവിച്ചതാണ് മുഹമ്മദ് നബിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇനി മുസ്ലിങ്ങളോട് ഇവിടെ അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവർക്കും നാടിട്ടേച്ച് പോകേണ്ടി വന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ പാരമ്പര്യം. ആരും പൂമാലയിട്ട് സ്വീകരിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടു നടക്കില്ല. പടച്ചവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നത് പ്രയാസം നിറഞ്ഞ ഒരു കാര്യമാണ്. ആളുകളുടെ എതിർപ്പും പരിഹാസവും ഏൽക്കേണ്ടി വരും. നാടിട്ടേച്ച് പോകേണ്ടി വരും. അതൊക്കെ സഹിക്കാൻ സന്നദ്ധരാവുക. അതിൻ്റെ പേരാണ് ജിഹാദ്. ഈ ജിഹാദിലൂടെ പടച്ചവൻ്റെ ദീനിൻ്റെ സംരക്ഷകരായി അള്ളാഹുവിൻ്റെ ദീനിനെ പടുത്തുയർത്തി സത്യനിഷേധികൾ അവരുടെ ദീനുകളെ സംരക്ഷിക്കുന്നത് പോലെ, സത്യനിഷേധികൾ അങ്ങനെയാണ്, അവരും ജിഹാദ് ചെയ്യുന്നുണ്ട്. സത്യനിഷേധികൾ കാരണം അവരുടെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ജിഹാദ് ചെയ്യുന്നു. സത്യവിശ്വാസികളായ നമ്മൾ നമ്മുടെ ദീനിനെ, നമ്മുടെ എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ദൈവികമായ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളും ജിഹാദ് ചെയ്യണം, ത്യാഗങ്ങൾ സഹിക്കണം. ചിലപ്പോൾ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ നാടും വീടൊക്കെ ഇട്ടേച്ച് പോകേണ്ടി വന്നേക്കാം. അത് അള്ളാഹുവിൻ്റെ ദീനി മാർഗത്തിൽ ഫീ സബീലില്ല. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഷ്റഫുൽ ഖൽഖായ പ്രവാചകന്മാർക്ക് ഈ ത്യാഗമൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പടച്ചവൻ്റെ ദീനി മാർഗത്തിൽ. അപ്പോൾ ആ ദീനി മാർഗം പട്ടുമെത്തയല്ല നമുക്ക് സമ്മാനിക്കുക, മുൾക്കിരീടമാണ് എന്ന ഒരു സന്ദേശം നമുക്കും ഇവിടെ നിന്ന് പടച്ചവൻ നൽകുന്നുണ്ട്. ഇനി ഇവിടെ തൻ്റെ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ടല്ലോ, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. എത്രാമത്തെ ആയത്താണത്? തൻ്റെ പിതാവിനോട് വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. എത്രാമത്തെ ആയത്തത്? അതെ അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന റബ്ബി ഹഫിയ. അപ്പോൾ താങ്കൾ പിതാവിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? ആ പ്രാർത്ഥന
സൂറത്ത് എത്രാമത്തെ ഏത് സൂറത്താണ്? അതായത് സൂറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിന് വേണ്ടി ഇപ്രകാരം, അതെങ്ങനെ സൂറത്ത്, ഏതാ സൂറത്ത്? അതായത് പറയാം, ഒരു മിനിറ്റ്. അശ്ശുഅറാ, സൂറത്ത് ശുഅറാ 89 ആയത്ത് എടുത്തു വയ്ക്കുക നിങ്ങൾ. സൂറത്ത് ശുഅറാ 89 ആയത്ത് എടുത്തു വയ്ക്കുക. എടുത്തു ആരെങ്കിലും? സൂറത്ത് ശുഅറാ 89 ആയത്ത് എടുത്തവരുണ്ടോ? ആരും എടുത്തില്ല? എത്ര? 52 ടോട്ടലുള്ളൂ. അല്ല, ശുഅറാ. അത് പറയാം, ഒരു മിനിറ്റ്. 26. ആ കണ്ടോ? 26 സൂറ. ഓക്കെ, 26 സൂറത്ത്. അതെ, അതിൽ എത്രാമത്തെ ആയത്തെ പറഞ്ഞത്? 89 അല്ലേ? അതെ അതെ, ഓക്കെ. 89 ആയത്ത് കണ്ടോ നിങ്ങൾ? ആ, 85 86 എടുത്താൽ മതി. 89 പോകണ്ട, 86 മതി കേട്ടോ. 86 ആയത്ത് കണ്ടോ? ഇപ്പം ഇവിടെ ഇത് ഞാൻ നിങ്ങളടുത്ത് എടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞത് നിങ്ങളത് എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇനി എടുക്കാത്തവർ ഈ നമ്പർ എഴുതി വെച്ചോളൂ. ഖുർആൻ കൈവശമില്ലാത്തവരും എടുക്കാത്തവരും ഈ നമ്പർ എഴുതി വയ്ക്കുക. സൂറത്ത് ശുഅറാ 86 ആയത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിന് കൊടുത്ത വാക്ക് പാലിച്ചത്. വഗ്ഫിർ ലീ എന്നാണോ നോക്കിയത്? വഗ്ഫിർ ലീ എന്നാണോ? അന്നീന്നാണോ നോക്കിയത്? ആ, ഓക്കെ, അബി. അതെ, ആ, വഗ്ഫിർ ലി അബി എന്നല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇന്നഹു കാന മിനൽ ളാലിൻ. തീർച്ചയായും അദ്ദേഹം. ഓക്കെ, അപ്പോ പിതാവിന് കൊടുത്ത വാക്ക്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഖാല സലാമുൻ അലൈക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പിതാവിനോട് പറഞ്ഞല്ലോ, ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞല്ലോ. അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നല്ല പറഞ്ഞ, അങ്ങയുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുമെന്നാ പറഞ്ഞത് അല്ലേ? ആ വാക്ക് അദ്ദേഹം പാലിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ പിതാവിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, വഗ്ഫിർ ലി അബി, എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കണമേ, ഇന്നഹു കാന മിനൽ ളാലിൻ, അദ്ദേഹം വഴി പിഴച്ചവരിൽ പെട്ടുപോയിരിക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ഇതിൻ്റെ പേരിൽ ശാസിക്കുന്നുണ്ട്. ശാസന എന്താ? സത്യനിഷേധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല.
സത്യനിഷേധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സത്യനിഷേധികളുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. സൂറത്തുൽ മുംതഹിനയിലില്ലേ? ഇല്ല, മുംതഹിനയിൽ വേറെ ചർച്ചയാണ്. സൂറത്ത് തൗബയിലാണ് ഈ ആയത്ത്. ഓക്കെ. തൗബയിലാണ് ഈ ആയത്ത് കേട്ടോ. ഓക്കെ. തൗബയിൽ എന്താ പറയുന്നത്? തൗബയിൽ പറയുന്നത് സത്യനിഷേധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്ത് പ്രാർത്ഥിക്കാം? അല്ലാഹുവേ ഹിദായത്ത് കൊടുക്കണേ പ്രാർത്ഥിക്കാം. പക്ഷേ സത്യനിഷേധികൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. തൗബയിൽ എത്രാമത്തെ ആയത്താണെന്നറിയത്? എത്രാമത്തെ ആയത്തായിരിക്കും? ഞാൻ അപ്പോൾ പറയാം. ഇപ്പം പറയാട്ടോ. തൗബയിൽ ഒരു മിനിറ്റ്. 113 ആയത്ത് എടുത്ത തൗബയിലെ തൗബ 113 എടുത്തോ. അതാണ് ആയത്ത്. ഓക്കെ, കറക്റ്റ്. എല്ലാവരും എടുത്തോ. മാകാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമു ലിഅബീഹി ഇല്ലാ അൻ മൗഇദത വഅദഹാ ഇയ്യാഹു ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. ഈ രണ്ടായത്ത്. അതെ, ആ രണ്ടായത്ത് 113, 114. ഇവിടെ എന്താ അല്ല പറയപ്പോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് അടയാളപ്പെടുത്തിണ്ടായിരുന്നു. എങ്ങനെ? ഈ തൗബ എടുത്തപ്പോ ഞങ്ങളോട് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ നമ്മൾ എന്താ പഠിച്ചു തന്നെയാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനൊരു വാക്ക് കൊടുത്തു. വാക്കെന്താണ്? ഞാൻ അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ നമ്മൾ പ്രത്യേക അടിവരയിടുക, അങ്ങയുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നല്ല പറഞ്ഞത്, അങ്ങയുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുമെന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിന് കൊടുത്ത വാക്ക്. ഈ വാക്ക് അദ്ദേഹം പാലിച്ചു, അല്ലേ? അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വേളയിൽ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് പറയുന്ന സൂറത്ത് ശുഅറാ എത്രാമത്തെ ആയത്താണ്? 85 ആയത്ത് അല്ലേ? ശരി, 56 ആയത്ത്. അതെ. ഇവിടെ ഈ തൗബയിൽ അള്ളാഹു പറയുന്നത് മകാന ലിന്നബി, ഒരു പ്രവാചകനും അനുവാദമില്ല, വല്ലദീന ആമനു, സത്യവിശ്വാസികൾക്കും അനുവാദമില്ല, അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന, ബഹുദൈവ ആരാധകരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. വലൗ കാന ഉലി ഖുർബ, അവർ അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകാവകാശികളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ,
പിന്നെ അവരുടെ പാപങ്ങൾ പുറത്ത് തരാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യാനായിട്ട് പ്രവാചകന്മാർക്കോ സത്യവിശ്വാസികൾക്കോ അനുവാദം ഇല്ല. ക്ലിയർ ആയോ? പക്ഷെ എന്തു പ്രാർത്ഥിക്കാം? അള്ളാഹുവേ അവർക്ക് ഹിദായത്ത് കൊടുക്കണേ, സന്മാർഗം കാണിച്ചു കൊടുക്കണേ, ദാരിദ്ര്യം മാറ്റണേ, രോഗത്തിന് ശിഫ കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചോ. പക്ഷെ എന്ത് പാടില്ല? പാപങ്ങൾ പുറത്തു കൊടുക്കണേ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. അതിന്റെ താഴെ നോക്കി മാക്കാന. പക്ഷെ അപ്പൊ അവിടെ അള്ളാഹു വമാക്കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന ലി അബീഹി തൻ്റെ പിതാവിന് വേണ്ടി ഇല്ല അൻ മൗഇദതു വഅദഹ തൻ്റെ പിതാവിന് കൊടുത്ത ഒരു വാക്ക് പാലിക്കൽ മാത്രമായിരുന്നു. അതായത് അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ആയത്തിറങ്ങുമ്പോൾ നമ്മൾ ചോദിക്കും, അള്ളാഹു ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയോ നമ്മൾ ചോദിക്കും. അപ്പോൾ അള്ളാഹ് അതിന് തരുന്ന മറുപടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ചു, അത് പിതാവിനൊരു വാക്ക് കൊടുത്തിരുന്നു, ആ വാക്ക് പാലിച്ചതാണ്. പക്ഷേ പിതാവ് ആരാണെന്ന് ഇസ്ലാമിൻ്റെ അള്ളാഹിൻ്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്ന് തബറഅ മിൻഹു ആ പ്രാർത്ഥനയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്മാറിയെന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറി. തബറഅ മിൻഹു ആ പ്രാർത്ഥന പിൻവലിച്ചു. അപേക്ഷ കൊടുത്തു, അപേക്ഷ പിൻവലിച്ചു. ഇപ്പം നമുക്ക് ഇവിടുന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം, അള്ളാഹിൻ്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടാൽ, നരകാവകാശിയാണെന്ന് ബോധ്യപ്പെട്ടാൽ, അള്ളാഹിൻ്റെ ശത്രുവാണ് ആ നിൽക്കുന്ന സത്യനിഷേധി എന്ന് ബോധ്യപ്പെട്ടാൽ അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യാൻ പാടില്ല. അത് പറയുന്ന ആയത്താണ് 113, 114 സൂറത്ത് തൗബ. അത്രയും ശരിക്കും മനസ്സിലാക്കി പഠിക്കുക. പടച്ചവൻ തൗഫീക്ക് ചെയ്യട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ തൽക്കാലം നിർത്തുന്നു. നമുക്ക് ബാക്കിയുള്ള ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കിയ പോലെ ജീവിക്കാനും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുന്ന യഥാർത്ഥ നല്ല മനുഷ്യരിൽ, സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വീഴ്ചകൾ, പോരായ്മകൾ, ദൗർബല്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. എല്ലാ വേദനകൾക്കും അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനി മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനും അള്ളാഹുവിൻ്റെ ദീനി മാർഗത്തിൽ അടിയുറച്ച് നിൽക്കെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര തിരിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ارحمني بالقرآن اللهم ذكرني منه ما نسينا وعلمني منه ما جهلنا وارزقني تلاوته آناء الليل وأطراف النهار واجعله لي حجة يا رب العالمين آمين آمين برحمتك يا أرحم الراحمين. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.